ഹാമിദാറ്റപ്പൂക്കോയ തങ്ങൾ ചെറിയൊരാളല്ല. അദ്ദേഹത്തെ ഒന്ന് തൊടുമ്പോഴാണ് ഇത്രമേൽ വലിയ ആളാണ് എന്ന് നമുക്കറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൊടിമരവും ആ കൊടിമരത്തിൻ്റെ കീഴിൽ ഇങ്ങനെ അടർന്നടർന്ന് വീഴുന്ന നോട്ടുകളുടെയും കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു. പാവപ്പെട്ടവൻ്റെ, അറിവില്ലാത്തവൻ്റെ, അല്പജ്ഞാനിയുടെ, കൊതിയൻ്റെ, അത്യാഗ്രഹികളുടെ ഒക്കെ ഈ നോട്ടുകെട്ടുകളാണ് നമ്മുടെ നാട്ടിൽ ഈ ഹാമിദാറ്റപ്പൂക്കോയ തങ്ങന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒന്നുകൊണ്ട് തീരുമില്ല. ഒരറ്റത്തുനിന്ന് തുടങ്ങുമ്പം അടുത്തറ്റത്തുനിന്ന് വേറൊരാൾ തുടങ്ങും. ഇത്രയും മനോഹരമായ ഒരു വ്യവസായമോ ഒരു കച്ചവടമോ മറ്റൊന്നുമില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് വലിയ റിസ്ക്കില്ലാത്ത, ടെൻഷനില്ലാത്ത, വരുമാനം മാത്രമുള്ള, അത്യാവശ്യം ചില സംഗതികളൊക്കെ ഈണത്തിൽ പാടാൻ പഠിച്ചാൽ, പിന്നെ ഹായും ഹ്രൂയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ പിന്നെ ഇതൊരു ഉപജീവനമാർഗമാണ്. സംഗതി തൊട്ടപ്പോൾ ഒരു ന്യായീകരണ തൊഴിലാളി രംഗത്ത് വന്നിട്ടുണ്ട്. ഹാമിദാറ്റപ്പൂക്കോയ തങ്ങൾക്ക് വേണ്ടി പഠിച്ചു വളർന്നു വരുന്ന അടുത്ത തലമുറയിലെ ഒരു യുവ പണ്ഡിത കേസരിയെ ഒന്ന് പരിചയപ്പെടാം. കേട്ടോളൂ. നമുക്ക് ഈ പറയപ്പെട്ട തങ്ങളുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇദ്ദേഹം അവിടെ സ്ഥാപിച്ചു ഒരു കൊടി. ഇദ്ദേഹം അവിടെ സ്ഥാപിച്ചു. ആ കൊടിക്കതായ ഒരുപാട് ആളുകൾ പൈസ കൊടുന്നിടുന്നുണ്ട്. ഈ പൈസ കൊടുന്ന് ഇടുന്ന ആൾ ഈ പൈസ കൊണ്ടുവന്ന് ഇടുന്നത് എങ്ങനെയാണ് ഒരു തെറ്റായ കാര്യമാകുന്നത്? ഒരിക്കലും തെറ്റല്ല. പൈസ ഉപയോഗമുള്ള സാധനമല്ലേ. അത് കിട്ടിയാൽ ദുനിയാവ് റെഡിയാവൂലേ. ആഖിറം പിന്നെ കുറേ കഴിഞ്ഞല്ലേ ഉള്ളൂ. അതപ്പം നോക്കാം. അപ്പോൾ അതുകൊണ്ട് എവിടെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് കുത്തിവെച്ചാൽ അതിൻ്റെ ചോട്ടിൽ ആളുകൾ കാശ് കൊണ്ടിടുന്നതിന് തങ്ങളെന്ത് പഴിച്ചു? തങ്ങൾ നല്ല മനുഷ്യൻ. തീർന്നില്ല. അതൊരിക്കലും ഒരു തെറ്റല്ല. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കാണാൻ വരുന്ന ആളുകള്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന ആളുകൾ അവിടെ കൊണ്ടുപോയി പൈസ ഇടുന്നു. ഇതെന്താണ് അനാചാരം എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതൊരു വലിയ തെറ്റാണെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മക്ബറകൾ നമുക്കുണ്ട്. ഈ മക്ബറകളിലൊക്കെ പൈസ ഇടാൻ പ്രത്യേകം ഭണ്ഡാരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ അതിലേക്ക് കൊണ്ടുപോയി പൈസ ഇടും. ഈ പൈസ ഇടുന്ന സമയത്ത് ഇടുന്ന വ്യക്തിക്ക് ഇവിടെ കിടക്കുന്ന മഹാന് വലിയ ഇലാഹാണെന്നോ അല്ലെങ്കിൽ ദൈവിക ശക്തിയുള്ള ആളാണെന്നോ എന്നൊന്നും വിശ്വസിച്ചിട്ടല്ല. അവിടേക്ക് എന്തെങ്കിലും പൈസ നേർച്ചയാക്കിയ ആളുകൾ അവിടെ പൈസ ഇടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് പൈസ ഇടുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ഈ തങ്ങളുടെ അടുത്തേക്ക് കാണാൻ വരുന്ന ആളുകൾ ആ കൊടിമരത്തിന് താഴെ കൊണ്ടുപോയി പൈസ ഇടുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു തെറ്റുമില്ല. ഒരു പെട്ടിയിൽ പൈസ ഇടുന്നു, ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന ആളുകൾ ആ കൊടിമരത്തിന് താഴെ പൈസ ഇടുന്നു. ഇതേയുള്ള വ്യത്യാസം. അങ്ങനെ പൈസ ഇടുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റത്തില്ല. പണ്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ സൈക്കിളജ്ഞം നടക്കുമായിരുന്നു രാത്രികളിൽ. എനിക്കിപ്പോഴും പേരൊക്കെ ഞാനങ്ങ് മറന്നുപോയി. കുണ്ടറ, സോമൻ എന്നൊക്കെ പറയുന്ന ഓരോ ആളുകളൊക്കെയാണെന്ന് കലാപരിപാടി നടത്തുന്നത്. അവർ ചിലർ ഈ തല കുഴിച്ച് മണ്ണിൽ വെച്ചിട്ട് കാലിങ്ങനെ മുകളിലേക്ക് വെച്ച് കിടക്കും. എന്നിട്ട് അവിടെ പാത്രം കൊണ്ടുവച്ചേക്കും. അതിലേക്ക് ഓരോ ആളുകളും കാശിട്ട് കൊടുക്കും. സൈക്കിളജ്ഞം നടത്തുന്നവർക്ക് കൊടുക്കും. അതുപോലെ ചത്തതുപോലെ ഇങ്ങനെ കിടക്കുകയും മുടിക്കകത്ത് മുടിയിൽ കയറ് കെട്ടി വലിയ വണ്ടി വലിക്കുകയും ചെയ്യുന്നതിന് കാശിട്ട് കൊടുക്കും. അതിനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയേണ്ടത്, ഇതുപോലെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കാശിടാനായി എവിടെയാണിത് പറഞ്ഞിരിക്കുന്നതെന്നും, അതല്ല അതിന് ഈ കൊടിമരവും ഇതൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഹാമിദാറ്റപ്പൂക്കോയ തങ്ങൾ തന്നെ ഒരു പായിൽ നിവർന്നങ്ങ് കിടക്കുക കണ്ണടച്ചുകൊണ്ട്. ഇപ്പം തങ്ങളൊന്നും കാണത്തില്ല. കാശ് ആളുകൾ ചുറ്റിനും ഇട്ടോളും. അതിന് നിങ്ങളെയും തങ്ങളെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കൊണ്ടിടാൻ നടക്കുന്ന കഴുതകളെയല്ലേ പറയേണ്ടത്. അല്ലാതെ നിങ്ങളെ പറഞ്ഞുകൊണ്ട് എന്തോ കാര്യം? നിങ്ങളല്ല ആരായാലും കാശ് കിട്ടിയാൽ ആ കാശിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഉതിരെന്താന്ന് വെച്ചാൽ അത് കണ്ടെത്തും. അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് നല്ല വരുമാനമൊന്നും ഇല്ലാതെ അത്യാവശ്യം തട്ടിയും മുട്ടിയൊക്കെ പോകുന്ന ഇപ്പോൾ ഹാമിദാറ്റപ്പൂക്കോയ തങ്ങളാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓട്ടോ ഓടിച്ച് പേർഷ്യയിൽ പോയി എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ച ആളാണ്. അവസാനം വന്ന് വീണത് ഇതാവുമ്പോൾ അതിനൊരു മാർഗം തേടുന്നത് സ്വാഭാവികമാണ്. തീർന്നില്ല, ബാക്കി കൂടിയുണ്ട്. ഇത് കൊണ്ടിടുന്ന ആളുകൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അതാണ്ട് റംല ഇബ്രാഹിം റംലാത്ത പറഞ്ഞിരിക്കുകയാണ്,
നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞങ്ങളുടെ തങ്ങളെ ഞങ്ങൾ കൈവിടില്ല, വിടരുത്. തങ്ങളെ കൈവിടല്ലേ, തങ്ങളെ കൈവിടല്ലേ. 4 വർഷത്തോളമായി ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല. എല്ലാ സമാധാനവും സന്തോഷവും മാത്രമാണ്. ഇത് റംലാത്തതിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല. നമ്മൾ MDMA കഴിക്കുന്നില്ലേ ആളുകൾ, അവരും പറയുന്ന ഇതാ. കഞ്ചാവ് വലിക്കുന്നവരൊക്കെ പറയുന്ന ഇതാ. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ അത് വലിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഒരു ടെൻഷനും ഇല്ല, നല്ല മനസ്സമാധാനമാണ്. വിലക്കയറ്റത്തെക്കുറിച്ച് അറിയുന്നില്ല, കടബാധ്യതയെക്കുറിച്ച് അറിയുന്നില്ല, വേറെ യാതൊരു വിധമായ ശാരീരികാരോഗ്യവും മാനസിക പ്രശ്നങ്ങളും ഒന്നും അറിയുന്നില്ല. നല്ല സുഖകരമായ അന്തരീക്ഷത്തിൽ അപ്പുപ്പൻ താടി പോലെ ഇങ്ങനെ പറന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് MDMA ഞങ്ങൾ വിടില്ല, അത് സമയത്ത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഈ പലതും അടിച്ച് തകർക്കുകയൊക്കെ ചെയ്യുന്നത്, കഞ്ചാവും മയക്കുമരുന്നിൻ്റെയും കാര്യത്തിൽ. അതുപോലെ തന്നെയാണ് തങ്ങളും. റംലത്ത് തങ്ങളെ കൈവിടരുത്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്, ആറ്റപ്പൂക്കോയ തങ്ങളെ കൈവിട്ടു പോയാൽ എല്ലാം പോയെന്ന്. അതുകൊണ്ട് ബലമായി മുറുക്കി പിടിച്ചോണം, ഒട്ടും വിടരുത്.